ഓം അഗത്തീശ്വരായ നമ്മ എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. ഒരാളുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അയാൾക്ക് എന്താ പ്രശ്നം എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഓൺലൈൻ കൺസൾട്ടേഷൻ ഒക്കെ നടത്തുന്ന സമയത്തെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എങ്ങനെയുള്ള ആളാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അപ്പോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുമെങ്കിൽ ഈ ചാനലിൽ നൂറുകണക്കിന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കേരള അസ്ട്രോളജിയിലെ വരാഹഹോരയിലെയും ബലദീപയെയും ദശാധ്യായിയും സാരാവലി മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങളിലെ പ്രശ്നമാർഗം, പ്രശ്നാനുഷ്ഠാന പദ്ധതി മുതലായ ഗ്രന്ഥങ്ങളിലെ പ്രമാണങ്ങൾ, അടിസ്ഥാനപരമായിട്ടുള്ള അടിപൊളി പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒത്തിരി പാഠഭാഗങ്ങൾ കൊണ്ട്, അതല്ലാതെ തമിഴ് അസ്ട്രോളജിയുടെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഫലം പറയാനുള്ള ടിപ്സുകൾ അടങ്ങിയ ഒത്തിരി വീഡിയോകളുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കണ്ടെങ്കിൽ ഇയാളി പൊട്ടന എന്തൊക്കെയാണ് പറയണത്, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടോ, ഇതൊക്കെ എവിടെ നിന്ന് എടുത്താണെന്നൊന്നും ചോദിക്കരുത്. ഇതിനു മുമ്പേ വാല്യുബിൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോകളുണ്ട്. നിങ്ങൾ ജ്യോതിഷം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ 50% ഓഫ് അസ്ട്രോളജി നോളജ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു സംഭവം, ഒരു അറിവ് ഈ ചാനലിൽ നിന്ന് കിട്ടുന്നതായിരിക്കും എന്നും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് പോയിന്റിലോട്ട് കടക്കാം. എങ്ങനെയാണ് ശബ്ദം കേൾക്കുമ്പോൾ അറിയാൻ പറ്റുന്നത്? വളരെ സിമ്പിളാണ്. എല്ലാത്തിൻ്റെയും കാരകത്വം നമ്മൾ ഗ്രഹകാരകത്വമായിട്ട് മനസ്സിലാക്കണം. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു. ഇതാണ് ശബ്ദം. ഗുളികെന്നും കാരകത്വം നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നല്ല ഗൗരവമുള്ള, കുറച്ച് ഹാർഡായിട്ടുള്ള, കുറച്ചും കൂടി ഗാംഭീര്യമുള്ള ശബ്ദമാണ്. വളരെ ചിരിയൊന്നുമില്ലാതെ ഗൗരവപൂർണമായിട്ടുള്ള സംസാരമാണ് എങ്കിൽ സൂര്യന്റെ ആധിക്യമുണ്ട്. ലഗ്നമായിട്ട് കണക്ട് ചെയ്തോ, രാശിയായിട്ട് കണക്ട് ചെയ്തോ സൂര്യന് ഉണ്ടാവും. അല്ലെങ്കിൽ സൂര്യന്റെ നക്ഷത്രങ്ങൾ കാർത്തിക, ഉത്തരാടം എങ്കിലും വരാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇദ്ദേഹത്തിന് സൂര്യന്റെ ആധിക്യമുണ്ട്. സൂര്യന്റെ ആധിക്യമുള്ള ഒരു സ്വഭാവം, അവർ എപ്പോഴും ബഹുമാനം ഇഷ്ടപ്പെടുന്നവരായിരിക്കും. വളരെ ക്ലിയർ ആയിട്ട് അവരുടെ നേതൃത്വം ഉപയോഗിക്കുന്നവരും, വളരെ ക്ലിയർ ആയിട്ട് മാത്രം ലൈഫിനെ കാണുന്നവരും, വളരെ മോറലായിട്ടുള്ളവരും, നല്ല രീതിയിൽ പെരുമാറുന്നവരും, ബഹുമാനം കൊടുക്കേണ്ടടുത്ത് മാത്രം കൊടുക്കുകയും ബഹുമാനം കിട്ടേണ്ടടുത്ത് കിട്ടുകയും ചെയ്യുന്നവരും, ഏത് സമയത്ത് അവിടെ ചെയ്യണമെന്ന് അറിയാവുന്നവരും ഒക്കെ ആയിരിക്കും. ആവശ്യമില്ലാണ്ട് ചിരിക്കുന്നവരായിരിക്കില്ല, ഗൗരവമായിരിക്കും. നമ്മൾ അതേപോലെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. കുറെ കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പൊ ശബ്ദം നോക്കിയിട്ട് അത് മനസ്സിലാക്കാം. 2, വളരെ ദയയുള്ള, ദാക്ഷിണ്യമുള്ള ശബ്ദം. അത് കുറച്ച് നേരത്തെ ശബ്ദമായിരിക്കും. ഹലോ സാർ, ഹലോ, ഒരു കാര്യം അറിയാണ്ടായിരുന്നു. വളരെ ദാക്ഷിണ്യമുള്ള ശബ്ദമായിരിക്കും. ഇത് ആണുങ്ങളുടെ പെണ്ണുങ്ങളെ നോക്കട്ടോ. പെണ്ണുങ്ങളുടെ ശബ്ദവും മയമുള്ള ശബ്ദമാണ് ഈ ചന്ദ്രൻ. ഇവർ വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. വളരെ സ്നേഹം, ദയ, ദാക്ഷിണ്യം, അവതാരം ഒക്കെ ഉള്ളവരായിരിക്കും. ക്ലിയർ ആയിരിക്കില്ല. ഈ സൂര്യന്റെ കാരകത്വമുള്ളവരോട് നിങ്ങൾ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞു നോക്കോട്ടാ, റോങ് ആയി പോയി. അതെന്താ അങ്ങനെ പറഞ്ഞത് സാറ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, ഏത് തിയറി വെച്ചിട്ടാണെന്നൊക്കെ ജ്യോത്സ്യന്മാരാണെങ്കിൽ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് ഇതൊക്കെ നോക്കിയിട്ടുള്ളതാണ്. ഇങ്ങനെ കാരകത്വം ഏതാണ്, അവന്റെ ശബ്ദം അല്ലെങ്കിൽ അവന്റെ സംസാരം. അപ്പൊ ചന്ദ്രന്റെ അങ്ങനെയായിട്ടുള്ള ഒരു സംസാരിക്കും, ദയാദാക്ഷിണ്യം. ഓ അങ്ങനെയാണോ സാറേ, കുറച്ചൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഇത് പറഞ്ഞാല് അവരതിലേക്ക് എത്തും. നിങ്ങൾ പറയണ മാറിപ്പോയി കഴിഞ്ഞാലോ, നിങ്ങൾ പറയാണ് ഓ നിങ്ങളുടെ വീട്ടിലുള്ള, ഇത് ഭയങ്കര വിറ്റാണ് കേട്ടോ. കർമ്മ പറയണ സമയത്ത് പലരും ഒപ്പിക്കണം ഇങ്ങനെ. വീട്ടിലുള്ളവർക്ക് ആർക്കെങ്കിലും, നിങ്ങളുടെ മോൾക്ക് കല്യാണം നടക്കുന്നില്ല അല്ലേ, വൈദവ്യം ഉണ്ടല്ലേ, ഇല്ല സാറേ മോളുടെ കല്യാണം കഴിഞ്ഞ കുഴപ്പമില്ല, അപ്പായിരിക്കും ജ്യോതിഷം പറയണ. അത് നിങ്ങളുടെ തലമുറകളിൽ ആരെങ്കിലും സ്ത്രീകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ? അപ്പൊ ചന്ദ്രന്റെ കാരകത്തുള്ളവരാണ് ഈ പറയും, ആ ഉണ്ട് സാറേ, ശരിയാണ്, മറ്റേ അമ്മായി കല്യാണം കഴിഞ്ഞിട്ട് ഭയങ്കര ഡിവോഴ്സായി പോയിട്ട് അങ്ങനെയൊക്കെ നിൽക്കണ്ടായിരുന്നു അവരത്. പക്ഷെ സൂര്യന്റെ കാരകത്തുള്ളവരോട് പറഞ്ഞ സാർ എന്താണ് ഇപ്പൊ പറഞ്ഞത്, മകൾക്ക് ഇതുണ്ടെന്നല്ലേ, അങ്ങനെ ഇല്ലല്ലോ സാറ് ഇത് തീരെ വരണം, പിന്നെ ഈ പറയാൻ പോണൊക്കെ തെറ്റായിരിക്കോ, ഇങ്ങനെയൊക്കെ വരാം. ചൊവ്വയുടെ സംസാര രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂര്യന്റെ സംസാര രീതി പോലെ തന്നെ ആയിരിക്കും. പക്ഷെ കുറച്ചൊരു കമാൻഡിങ് പവർ തോന്നും. സാറേ അങ്ങോട്ട് നോക്കൂട്ടോ, ഇതാ ഞാനൊരു ഇപ്പൊ വിളിക്കണ കേസല്ല പറഞ്ഞത്. ഇപ്പൊ ഒരാള് വരുമ്പോ ഇതൊന്ന് നോക്കണമായിരുന്നു, ഇവിടെ നോക്കൂ, ഓർഡർ തരും. വീട്ടിലുള്ള ആൾക്കാർ തന്നെയാണ്, അങ്ങനെ ചെയ്തേ, ആ കാര്യങ്ങള് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. ഇപ്പൊ ഞാൻ ആ 10 മണിക്കാണ്ട് പോയെന്നേക്കുമ്പോ ഇത് വളരെ ക്ലിയർ ആയിട്ട് കിടക്കണോട്ടാ, കിടന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ശരിയാക്കും. ഇങ്ങനെ പറയുന്നവരായിരിക്കും ചൊവ്വയുടെ. അപ്പൊ ഇവർക്ക് ചൊവ്വ അധികം ഉണ്ടാവും. പക്ഷെ സൂര്യന്റെ, ഞാൻ ഒരു കാര്യം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് ഇന്ന സമയത്ത് തന്നെ തീർത്തേക്കണം എന്നായിരിക്കും പറയാം. ഇത് ചിലപ്പോൾ കുറച്ച്
ക്രോധാകുലമായിട്ടായിരിക്കും പറയണം. ഭാവം പിന്നീട് നമുക്ക് നോക്കാം. കാമക്രോധ ലോഭ മോഹ മത മാത്സര്യ ഡംഭ അഹങ്കാരാദികൾ നമുക്ക് വേണമെങ്കിൽ പിന്നീട് നോക്കാം. അപ്പൊ ബുധന്റേത് സംസാരം വളരെ നൈസായിട്ട്, വളരെ സുഖിപ്പിച്ചും, വളരെ പ്ലാനിങ്ങോട് കൂടിയും, വളരെ അഡ്ജസ്റ്റബിൾ ആയിട്ട് ബുദ്ധി കൊണ്ടുള്ള സംസാരമായിരിക്കും. നിങ്ങൾ ഈ സംസാരമാണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സംസാരം. വളരെ പ്ലാൻ പണിയിട്ടായിരിക്കും അവർ സംസാരിക്കുക. വളരെ പതിഞ്ഞ് ചന്ദ്രനെ പോലെ സംസാരിക്കും. പക്ഷെ ഇവര് മനസ്സിൽ എന്താ വിചാരിക്കണമെന്ന് നിങ്ങൾക്കറിയാൻ പറ്റില്ല. ജോത്സ്യന്റെ അടുത്ത് വരുമ്പോൾ മാത്രമല്ല, ഇവര് എങ്ങനെ പറയണേന്ന് അറിയാൻ പറ്റില്ല. വളരെ മറിച്ച് സംസാരിക്കും. നമ്മളിൽ നിന്ന് കൂടുതൽ കേൾക്കാനായിട്ട് ആഗ്രഹിക്കും. ഇവരെ ശബ്ദം വളരെ നൈസായിരിക്കും, ഗാംഭീര്യമുള്ള ശബ്ദമായിരിക്കണമെന്നില്ല. അങ്ങനെയാണ് ബുധന്റേത്. വ്യാഴത്തിൻ്റെയോ ഉപദേശത്തോട് ഉപദേശമായിരിക്കും. നല്ല നൈസായിട്ടുള്ള ശബ്ദമായിരിക്കും, മധുരമായിട്ട് സംസാരിക്കും. പക്ഷെ ഇവരുടെതെല്ലാം ഉപദേശമായിരിക്കും. അതങ്ങോട്ട് നോക്കിക്കോളൂ സാറേ. അല്ലെങ്കിൽ ഇതിപ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് ജ്യോത്സ്യം ഇത് ചെയ്യുമ്പോൾ മനസ്സിലാവണം. കുറച്ചൊരു സാർ അങ്ങോട്ട് നോക്കിക്കോളൂ. മറ്റേ കുറച്ചൊരു ബ്രാഹ്മിൻ ചായയൊക്കെ ഉള്ള സംസാരങ്ങളൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാം. വ്യാഴത്തിന്റെ കാര്യം, വ്യാഴം മഹാബ്രാഹ്മണനാണല്ലോ. അപ്പോ ഇപ്പൊ ഞാനിപ്പോ അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അപ്പോൾ അത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ആണെങ്കിൽ, ഒരു ശൈലിയിലുള്ള സംസാരങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പൊ ഞാൻ പറയുന്ന രീതിയിലുള്ള സംസാരമൊക്കെ ആണെങ്കിൽ അത് വ്യാഴത്തിന്റെ കാരകത്വമായിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അവർ കുറച്ച് നൈസായിട്ടുള്ള ഇതായിരിക്കും, ബുദ്ധിമാന്മാരായിരിക്കും. നിങ്ങൾ പറയുന്നത് അവർ കേൾക്കും, അവർ പറയുന്നത് നിങ്ങൾ കേൾക്കണമെന്നേ ഉള്ളൂ. ഇനി ശുക്രന്റെ സംസാരം സുഖിപ്പിച്ചുള്ള സംസാരമായിരിക്കും, വോളറ്റൈലായിരിക്കും, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. വളരെയേറെ സുഖിപ്പിച്ച് നമ്മളെ സംസാരിക്കും, നമ്മളെ വളരെ പ്രകീർത്തിച്ച് സംസാരിക്കും. സൂക്ഷിച്ചോളണം, ശുക്രനായിരിക്കും. നിങ്ങളുടെ വീഡിയോ ഒക്കെ അടിപൊളിയാണ് കേട്ടോ, കിടിലനാണ്, സൂപ്പറാണ്, ഞാനതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു സാറേ, എനിക്കൊരു കാര്യം അറിയാണ്ട് ശ്രദ്ധിച്ചോളണം. ശുക്രന്റെ കാരകത്വമായിരിക്കും. ഇപ്പൊ ഞാൻ വീഡിയോന്റെ കാര്യം പറഞ്ഞു, നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ആരെങ്കിലും വരുമ്പോഴേ, ഇപ്പൊ നമ്മള് ഇത് തന്നെയല്ല, അല്ലാതെ തന്നെ വിളിക്കും, സാറേ കളരിയുടെ വീഡിയോ ഒക്കെ കണ്ടോ, എന്തായിരുന്നു അഭ്യാസം, എന്തായിരുന്നു സ്പീഡ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചിലവർ വിളിക്കും. അത് അവർ ബോഡിയെ കൂടുതൽ ശ്രദ്ധിക്കും. സാറിന്റെ താടി അടിപൊളിയാണ് കേട്ടോ, ഡ്രസ്സ് ബ്രാൻഡഡ് ഡ്രസ്സും വാച്ചൊക്കെയാണല്ലോ ഉപയോഗിച്ചിരിക്കണം, അടിപൊളിയാണ് കേട്ടോ, സാറിന്റെ സംസാരം ടോപ്പാണ് കേട്ടോ എന്നൊക്കെ നിങ്ങൾ ആരെങ്കിലും പോഴ്ത്തുണ്ടെങ്കിൽ മൂട് വരെ അടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യത ഉള്ളവരാണെന്ന് നിങ്ങൾ അപ്പെടുത്തോളം. ശുക്രന്റെ കാരകത്വമാണ്. അത്ര റോങ്ങല്ല, ശ്രദ്ധിച്ച് നിന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ വളരെ ക്രൂക്കഡായി മാറിയിരിക്കും. ഒറ്റക്കണ്ണനാണല്ലോ അതുകൊണ്ട്. ശനി, ഇവരുടെ സംസാരം മിക്കവാറും നിശിച്ച് പറയുന്നവരായിരിക്കും, വളരെ മന്ദമായിട്ട് സംസാരിക്കുന്നവരായിരിക്കും. ശബ്ദം പരിവരുത്ത ശബ്ദം വരാം, എനർജി കുറഞ്ഞിട്ടുള്ള സംസാരമായിരിക്കും. ഇവരോട് എന്തെങ്കിലും പറയുമ്പോൾ നെഗറ്റീവ് അടിക്കും. ഇതൊക്കെ നടത്തിയാൽ ശരിയാവോ സാറേ എന്നൊക്കെ നെഗറ്റീവ് അടിക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയാൽ ശരിയാവോ, പലതിനും നെഗറ്റീവായിട്ടുള്ള ഒരു ഉത്തരം ആയിരിക്കും തരിക. ഇവരോട് എന്ത്, ചിലപ്പോൾ ജ്യോത്സ്യന്മാരാണെങ്കിൽ ഇവരോട് എന്ത് പറഞ്ഞാലും ഇതാവുന്നില്ല. കാരണം ഇവരെ തന്നെ ശനി പിടിച്ചിരിക്കുക, ഇവരെ തന്നെ ശനിയാണ്. ഒത്തിരി പറയേണ്ടതുണ്ട്, ഞാൻ ചുരുക്കി പെട്ടെന്ന് പറയുന്നതാണ് ഈ വീഡിയോ ചുരുക്കാൻ. രാഹുവിന്റെ സംസാരം, എൻ്റെ അതെ രാഹുവിന്റെ സംസാരമുള്ളവരാണ്. അയ്യോ സാറേ ആകെ പ്രശ്നമാണല്ലോ സാറേ, മോളുടെ കാര്യം ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ സാറേ, ഇങ്ങനെ പറയൂലേ. എൻ്റെ പൊന്നു സാറേ ആകെ വിഷയമാണല്ലോ, ഞാനാണെങ്കിൽ ഇങ്ങനെയാണ്, എൻ്റെ കുട്ടികൾ അങ്ങനെയാണ്, എനിക്കാണെങ്കിൽ 2 കുട്ടികൾ. ഇത് റൈറ്റ് ചെയ്തിട്ട് നമുക്ക് മെസ്സേജ് വാട്സാപ്പിൽ അയച്ച പോലും നമുക്കിത് മനസ്സിലാവും. ഞാനൊരു കൺസൾട്ടേഷൻ്റെ രീതിയിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയണം. പലരും എനിക്ക് മെസ്സേജും വിടും, എൻ്റെ പൊന്നു സാറേ ആകെ പ്രശ്നമാണ് ഇവിടെ, മക്കളാണെങ്കിൽ ഇത് കടുത്ത ദാരിദ്ര്യമാണ്, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിച്ചില്ലെങ്കിൽ ഞാനാണെങ്കിൽ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു വിടും. രാഹുവാണ്, ചുറ്റിപ്പിടിക്കും. ഇവരുടെ കാരകത്തിന്റെ രാഹുവാണ്, പിടിച്ചു കഴിഞ്ഞാൽ വിടൂല, ചുറ്റിപ്പിടിക്കും. ഇവർക്ക് എന്തൊക്കെ തന്നെ നമ്മൾ പറഞ്ഞു കൊടുത്താലും നോ യൂസ്. കേതുവാണെങ്കിലോ ഇവര് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എങ്ങനെ, ഇത് വീട്ടിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇവരിങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി എപ്പോഴും ഈ രാഹുവിന്റെ കാരകത്തുള്ളവർ പറയണമെങ്കിൽ കംപ്ലീറ്റ് സംഭവങ്ങൾ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലായിരിക്കും പറയുന്നത്, ഭയങ്കര പ്രശ്നത്തിലായിരിക്കും. കേതുവാണെങ്കിൽ ഇവര് തന്നെ ഫലങ്ങൾ പറയുന്നത്, ഇവര് തന്നെ നെഗറ്റീവ് പറയും. അങ്ങനെ ചെയ്താലൊന്നും ശരിയാവില്ലായിരിക്കുമല്ലേ സാറേ, അങ്ങനെ പോയി കഴിഞ്ഞ് എങ്ങനെ ആയിരിക്കുമല്ലേ സാറേ എന്ന് ഇവര് തന്നെ നെഗറ്റീവായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണെന്ന് പറയാനുള്ളത്. ഓരോ ഗ്രഹത്തിന്റെ ആധിക്യം അനുസരിച്ചിട്ട് ഇത് മാറിപ്പോകും. രാഹുകേതുക്കളുടെ ആധിക്യമുള്ള ആൾക്കാരൊക്കെ ആയിട്ട് സാധാരണ ലൈഫിൽ ഡീൽ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ, നിങ്ങൾ വ്യാഴമാണെങ്കിൽ രാഹു പ്രശ്നമുള്ള, കേതു ആണെങ്കിൽ പ്രശ്നമില്ല, രാഹു ആണെങ്കിൽ നിങ്ങളെ മെഴുങ്ങും. നിങ്ങൾ സൂര്യനാണെങ്കിൽ
ഇതൊന്നും വലിയ നിങ്ങളെ ബാധിക്കില്ല. രാഹു നിങ്ങൾക്ക് പണി തരും. അപ്പൊ ഓരോരുത്തരുടെ കാരകത്വത്തിനനുസരിച്ചായിരിക്കും നിങ്ങൾ സംസാരിക്കേണ്ടത്. നിങ്ങൾ ബുധനാണെങ്കിൽ വേണം നിങ്ങളോട് യോജിച്ചു പോകും, നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കുന്ന ആളാണെങ്കിൽ. അല്ല, ഇപ്പൊ എന്റെ ലഗ്നം വെച്ചിട്ട് എന്റെ ഗുരുവിന്റെ ലഗ്നമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ അടുക്ക ബുധനോ ചന്ദ്രനോ സൂര്യനോ ഒക്കെ വന്നാലും നല്ല ഇതിലേക്കും. രാഹുകേതുക്കൾ വന്നു കഴിഞ്ഞാല് ഗുരു ആയതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് തന്നെ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. ഇങ്ങനെ ഓരോരുത്തരുടെ കാരകം അനുസരിച്ചിട്ട്, കാരകത്വം അനുസരിച്ച് സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കേതുവിന്റെ ആൾക്കാരൊക്കെ വന്നാലുണ്ടല്ലോ, അവര് തന്നെ കൺസൾട്ടേഷൻ ഇപ്പോഴല്ല, ഇത് വർഷങ്ങളായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കേസാണ്. ഫോൺ വിളി മാത്രമല്ലേ. ഞാൻ 2018 തുടങ്ങിയിട്ടാണ് ഓൺലൈൻ കൺസൾട്ടേഷൻ കൊടുക്കാൻ തുടങ്ങിയത്. ആസ്ട്രോളജിയിൽ മാത്രമല്ല, നമ്മള് ഒരു 32ഓളം ഓൺലൈൻ കോഴ്സുകൾ നടത്തിയിട്ടുണ്ട്. മർമ്മത്തിന്റെ ഓൺലൈൻ കോഴ്സ് വിത്ത് റെക്കോർഡഡ് വീഡിയോസ്. ശരകല എന്ന് പറഞ്ഞ് കേരളത്തിൽ തന്നെ 1-2 പേരാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് വർഷങ്ങളായിട്ട്. അതിൽ ഒരാൾ ഞാനും, ഒരാൾ വേറൊരാളാണ്. അപ്പോൾ ഈ വക വിഷയങ്ങൾ ഓൺലൈനായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എൻക്വയറീസ് വരുന്ന സമയത്തെ സംസാരം കേൾക്കുമ്പോഴും നമുക്കറിയാൻ പറ്റും ഏത് കാരകത്തോണെന്ന്. അപ്പോഴും ഇവര് ചോദിക്കും, ഗുരുക്കളെ നിങ്ങൾക്ക് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുക ഇത് ഞാൻ ഇന്ന തുറയിലാണ് ജോലി ചെയ്യുന്നതെന്ന്, അല്ലെങ്കിൽ ഇന്നതാണ് ചെയ്യണതെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുക എന്നൊക്കെ ചോദിക്കും. ഇത് ഇവരുടെ ആറ്റിറ്റ്യൂഡ് ഫസ്റ്റ് ടൈം നമ്മളായിട്ട് കണക്ട് ആവുന്ന സമയത്ത്, നമ്മൾ ഫസ്റ്റ് ടൈം ടച്ച് ആവുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ജ്യോതിഷം നോക്കാൻ പറ്റുന്ന സമയത്ത് ആദ്യം പറഞ്ഞ വാക്ക്, ഈ വന്ന് നിന്ന നിൽപ്പ്, കൈകളുടെ പൊസിഷൻസ്, സംസാരിക്കാൻ പോകുന്ന ആദ്യത്തെ സ്വരം ഒക്കെ പ്രശ്നത്തിൽ പറയില്ലേ, പ്രച്ചാനിർഗമ മാർഗമന്ദിരഗതി, പ്രശ്നക്രിയാ സംഭവം എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള കാര്യങ്ങൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയി തീരുന്നത്. അപ്പൊ ഓരോരുത്തരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഗാംഭീര്യമുള്ള സംസാരം സൂര്യൻ, ദയയും ദാക്ഷിണ്യമുള്ള സംസാരം ചൊവ്വ, കുറച്ച് കമാൻഡിങ് പവർ ഉള്ള സംസാരം ചൊവ്വ, ബുധൻ വളരെ വിനയത്തോടു കൂടിയുള്ള സംസാരം ബുധൻ, വ്യാഴം ഉപദേശത്തോടു കൂടിയുള്ളതും ഭവ്യതയുടെ കൂടിയുള്ള സംസാരം, ശുക്രൻ നമ്മളെ പ്രകീർത്തിച്ചുകൊണ്ട് ഉള്ള സംസാരം, ശനി മന്ദമായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ള സംസാരം, രാഹു വളരെ അലസമായിട്ടുള്ളതും പറയുന്നതിനെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ സംസാരം, അതും നെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. കേതു ഒരു സാധനം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും പറയുകയും അവർ തന്നെ നെഗറ്റീവ് പറയുകയും ചെയ്യുകയും, പറയുന്നത് മാത്രമല്ല നിഷിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള സംസാരങ്ങളൊക്കെ എടുക്കാം. അപ്പൊ ഇന്നേക്കത്തിലുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ.